കെ രമ വടകര MLA മീഡിയ വണ്ണപ്പം ചേരുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അതായത് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പോലീസ് FIR-ൽ 2 പേരുടെ പേരാണ് എഴുതിയിരുന്നത്. പക്ഷേ പരിക്കേറ്റവർ തന്നെ 4 പേരുണ്ട്. അതിലൊരാളാണ് മരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം നേരത്തെ തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരമുണ്ടായിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എങ്ങനെയാണ് ഇതിനേക്ക് UDF നോക്കിക്കാണുന്നത്? അല്ല, പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന നിലയ്ക്ക് തന്നെ 2 പേരുടെ മാത്രമേ FIR ഇടൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് വളരെ കൃത്യമായി സംഘടിതമായി ആസൂത്രണം ചെയ്ത ഒരു ബോംബ് നിർമ്മാണമാണ് അവിടെ. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം കലാപം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇലക്ഷൻ പരാജയ ഭീതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ചില പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത് 4 പേരല്ല, അതിൽ കൂടുതൽ ആളുകൾ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ പേരിലേക്ക് പരിക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ അത് പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ കതിരൂരിൽ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ബോംബ് പൊട്ടിയ സമയത്ത് പെട്ടെന്ന് ആളുകളെ അവിടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ ഒരാൾ മരണപ്പെട്ടു, അയാളെ മൃതദേഹം പോലും കിട്ടിയില്ല എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് വളരെ കൃത്യമായ ഒരു കലാപ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. നിസ്സാരമായിട്ട് ഇത് കാണാം. നിങ്ങൾ കാണണം, ഇതിനകത്ത് ഇപ്പൊ പരിക്കു പറ്റിയതും മരിച്ച ആളുകളും ഒക്കെ ചെറുപ്പക്കാരാണ്. 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിനകത്തുള്ളത്. ഇവരെ പാർട്ടി നിയോഗിക്കുകയാണ്, ഈ ആളുകളെ, അവരുടെ കുടുംബത്തെ ഒക്കെ. ശരിക്കും അവരൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരും ആളുകളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത്തരം ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ, ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഒരു ബന്ധവും ഇവർക്ക് പാർട്ടിയുമായിട്ടില്ല, ഇവരെയൊക്കെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അല്ല, അത് ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, എന്തേ ആ റിപ്പോർട്ട് വരാത്തതെന്ന്, ആ പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് വരാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏത് സംഭവത്തിനാണ് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത്? TPയുടെ കൊല ചെയ്ത് കോടതി പോലും ശിക്ഷിച്ചിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറയുന്നത്? പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? നിരവധി നേതാക്കന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോകൾ, പാർട്ടിയുടെ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ഫോട്ടോകളൊക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. അതവർ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് പാർട്ടി വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും വീര്യമുള്ള ബോംബുകൾ, സ്റ്റീൽ ബോംബ് ഉൾപ്പെടെ, നിങ്ങൾ ആ മരിച്ചയാളുടെ എല്ലാം കൈയും കാലും മുഴുവൻ തെറിച്ചു പോയിട്ടുണ്ട്. അത്ര ശക്തിയുള്ള ബോംബാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ആർക്ക് പ്രയോഗിക്കാൻ വേണ്ടിയാണെന്ന് അവർ മറുപടി പറയണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ആഹ്വാനം ചെയ്ത് ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത് വളരെ ഗൌരവത്തിൽ കാണേണ്ടതാണ്. ഇതിന് അതിശക്തമായ കേരളത്തിന്റെ പോലീസല്ല, മറ്റൊരു ഏജൻസിയെ വെച്ച് അന്വേഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ അടിയന്തരമായി തയ്യാറാകണം. ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ പോലീസിനെ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് വളരെ സുഗമമായിരിക്കും, നിഷ്പക്ഷമായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഒരിക്കലുമില്ല. കാരണം പോലീസ് എന്ന് പറയുന്നത് CPM-ന് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പോലീസാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ കേസ് തന്നെ വലിയ തോതിൽ അത് തേച്ചുമായ്ച്ചു കഴിയാനുള്ള ശ്രമങ്ങൾ അവരുണ്ടാകും. FIR ഒക്കെ വളരെ ദുർബലമായിട്ടായിരിക്കും ഉണ്ടാകുക. അതിന്റെ ഭാഗമായിട്ടാണ് 2 പേരിൽ മാത്രം ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേന വേണമെന്നൊരു ആവശ്യമുണ്ടോ? തീർച്ചയായും കേന്ദ്രസേന ആ തലത്തിൽ ശക്തമായ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകണം. വലിയ ശ്രദ്ധയോടുകൂടി മാത്രമേ ഈ മേഖലയിലൊക്കെ പോകാൻ കഴിയൂ. കള്ളവോട്ട് വ്യാപകമായി നടക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് വിജയമുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നന്ദി. കേന്ദ്രസേനയെ വേണം, അതായത് എന്നൊരു ആവശ്യമാണ് KK രമ വടകര MLA ഇപ്പോൾ മുന്നോട്ട്